ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അവർ പറഞ്ഞു തന്നായിരുന്നു. പക്ഷേ ഞാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാത്തതിൻ്റെ കാരണം. ഇത് ഒട്ടകത്തിൻ്റെ തോലാണ് കേട്ടോ. ഒട്ടകത്തോൽ ആരും കണ്ടിട്ടില്ലെങ്കിൽ ഇതാ കണ്ടോളുക. പപ്പ, ഇത് പണ്ടത്തെ താളി ഓലകളാണ്. പണ്ട് നമുക്കറിയാം എല്ലാം എഴുതി വച്ചിരുന്നത് ഓലകളിലാണ്. അങ്ങനെ ഒരു താളി ഓലകളാണ് ഇപ്പോൾ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. താളിയോല ഗ്രന്ഥം, ഇത് കൽഭരണിയാണ്. എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു പണ്ട് കാനാലെ കല്യാണ വിരുന്നിൽ ഈശോ കൊണ്ടുപോയ ഈശോയുടെ അടുത്ത് വെള്ളം വീഞ്ഞാക്കിയ കൽഭരണി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തേലും ഇതിൻ്റെ അകത്ത് എങ്ങനെയാലും ഒരു 10-60 ലിറ്റർ വെള്ളം എന്തായാലും കൊള്ളും. അതിന് മുകളിൽ കൊള്ളാനേ സാധ്യതയുള്ളൂ. എന്തായാലും ഇതൊക്കെ അതിശയമായിട്ട് ഞങ്ങൾ ഇതൊക്കെ വീഡിയോ ചെയ്യുകയാണ് എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടി. ഒന്നിൻ്റെ വക്കൊക്കെ പൊട്ടിയിരിപ്പുണ്ട്, എന്നാലും നല്ല സൗണ്ട് ഉണ്ട് തട്ടുമ്പോൾ തന്നെ. അങ്ങനെ 2 എണ്ണം അവരിവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതും ഈ ചിരവയാണ് എനിക്ക് ഒട്ടും പിടികിട്ടാത്തത്. 4 സൈഡിലേക്ക് 4 നാക്കുകളുള്ള ചിരവ. തൊട്ടടുത്ത് ഇരിപ്പുണ്ട് വേറെ ഉണ്ട്, 2 എണ്ണം അടുപ്പിച്ച് വെച്ചിരിക്കുന്ന ചിരവ. ഇതെങ്ങനെ ചിരണ്ടും ഇതെന്തിനാണ് എന്ന് ഒരു പിടുത്തവും എനിക്ക് കിട്ടുന്നില്ല. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് പഴയ ആൾക്കാർക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുവാനും മനസ്സിലാവും. ഇതെന്താ സംഭവം എന്ന് ഒരു പിടുത്തവുമില്ല. എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് കയറാനും പറ്റിയോ നമുക്ക് ഇതൊക്കെ ഒന്ന് എടുക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ പുറത്ത് വന്നിരിക്കുവാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ വലിയൊരു മണിമാളിക ഇവിടെ കണ്ടു. അതിഭയങ്കരമാണ്. എന്തായാലും എന്നെപ്പോലെ ഒരു 2 പേര് കൈകോർത്ത് നിന്നാൽ മാത്രമാണ് അത് കെട്ടിപ്പിടിക്കുവാൻ സാധിക്കുള്ളൂ. ആ മണിമാളികയിലേക്ക് നമുക്കൊന്ന് പോകാം. ഇതിപ്പം ഉപയോഗത്തിലാണോ ഇല്ലയോ എന്ന് എനിക്കൊരു പിടുത്തവുമില്ല. ഇതിൻ്റെ ഉള്ളിൽ ഇരുട്ടായതുകൊണ്ട് നമുക്ക് വീഡിയോ അത്ര ക്ലിയർ ആകുന്നില്ല. എന്തേലും ഇപ്പം നിങ്ങൾക്ക് ഒരുമാതിരി കാണാൻ സാധിക്കും. ഇതേപോലെ 3 എണ്ണമാണ് അടുപ്പിച്ച് കിടക്കുന്നത്. ഇത് ഏകദേശം 1 മണി മുഴങ്ങിയാൽ കുറവലങ്ങാട് കംപ്ലീറ്റും ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള സൗണ്ടാണ് ഇതിന് ഉള്ളത്. ഇതാണ് മണിമാളിക. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും പുറത്തേക്ക് കടക്കുകയാണ്. ഇത് ടോപ്പിലൊരു ചെറിയൊരു പള്ളിയുണ്ട്. അതിൻ്റെ ഉള്ളിലോട്ട് ഞങ്ങൾ കയറി. അവിടെ സോഫിയയും അന്നമോളിരുന്ന് പ്രാർത്ഥിക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് അതിൽ കൂടി റോസമ്മ ഇമാനും മുകളിലോട്ട് വലിഞ്ഞു കയറുന്നുണ്ട്. എവിടെ ചെന്നാലും ഇവർക്ക് വലിഞ്ഞു കയറ്റം ഉള്ളതുകൊണ്ട് അതിൻ്റെ തട്ടിൻ്റെ പുറത്ത് വലിഞ്ഞ് കയറിയിരിക്കുകയാണ്. റോസും എന്താണ്ടൊക്കെ പറയുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. അവസാനം ഇറങ്ങാൻ പറ്റാതെ കുത്തിയിരിപ്പുണ്ട്. ഇമ്മാനു തിരിച്ചിങ്ങി ഇറങ്ങി പോന്നിട്ടുണ്ട്. എന്തായാലും നമ്മുടെ കുറവലങ്ങാട് മുത്തിയമ്മയുടെ പള്ളിയിലെ വിശേഷങ്ങൾ ഇതോടെ തീരുകയാണ്. ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത തവണ വീണ്ടും ഒരു നല്ല വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് യാത്രയാവുകയാണ്.
അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. ബൈ ബൈ.